ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ടെയിൽസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് റോസ്മലയിലെ പരപ്പാർ വ്യൂ പോയിന്റിലേക്കാണ്. തെന്മല റിസർവോയറിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. റോസ്മലയിലെ ഏക അട്രാക്ഷനും ഇതുതന്നെയാണ്. അടുത്തിടെയാണ് ഈ വഴി കോൺക്രീറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി റോസ്മല എത്താം. അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗമായ ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാത്രം കാണപ്പെടുന്ന ചെങ്കുറിഞ്ഞി എന്ന മരത്തിൽ നിന്നാണ് ചെന്തരുണി എന്ന പേര് ലഭിച്ചത്. ഒട്ടനവധി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം. സിംഹവും കാണ്ടാമൃഗവും ഒഴികെ ഇന്ത്യൻ കാടുകളിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക ജീവികളും ഇവിടെയുണ്ട്. മഴ സമയം റോസ്മല പോകാതിരിക്കുന്നതാണ് നല്ലത്. പോകുന്ന വഴിയിൽ ഒട്ടനവധി ചെറു അരുവികൾ വഴി മുറിച്ച് കിടക്കുന്നുണ്ട്. മഴ സമയം നല്ല വെള്ളപ്പാച്ചിലുണ്ടാകാം. അങ്ങനെയെങ്കിൽ തിരികെ വരാൻ സാധിക്കണമെന്നില്ല. റോസ്മല പോകാൻ 3 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാം, അല്ലെങ്കിൽ മുന്നിലായി പോകുന്ന 2 ഓപ്ഷൻസ് എടുക്കാം. പക്ഷേ ഇതിൽ ബസ്സിൻ്റെ ടൈമിംഗ് തികച്ചും റോസ്മല നിവാസികൾക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ് ബസ് ഉള്ളത്. റോസ്മല എത്തിയാൽ അവിടെ നിന്ന് ആളെ കയറ്റി ഉടൻ ബസ് തിരിച്ച് പുറപ്പെടും. അതുകൊണ്ട് തന്നെ വാച്ച് ടവറിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് എത്തുമ്പോഴേക്കും ബസ് പോയിട്ടുണ്ടാകും. പിന്നെയുള്ള ബെറ്റർ ഓപ്ഷൻ സഫാരി ജീപ്പാണ്. ജീപ്പിൻ്റെ റേറ്റ് എത്രയാണെന്ന് കൃത്യമായി അറിയില്ല, എങ്കിലും 2000-ഓളം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബസ്സിന് പിന്നിലായി പോയാൽ ടിക്കറ്റ് കൗണ്ടർ അടയ്ക്കും മുന്നേ റോസ്മല എത്തില്ല എന്നറിയാവുന്നത് കൊണ്ടാകണം അല്പം വീതി കൂടിയ ഭാഗം എത്തിയപ്പോൾ നമ്മളെ കടത്തിവിട്ടത്. വൈകിട്ട് 5 മണി വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. 6 മണിയോടെ വാച്ച് ടവറും ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ 5 മണിക്ക് മുന്നേ റോസ്മല എത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത്ര ദൂരമൊക്കെ കയറി വന്നത് വെറുതെ ആകും. വൈകുന്നേരമാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. ട്രിവാൻഡ്രം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഉച്ചയോടെ തെന്മല എത്തി ലഞ്ച് കഴിച്ച് റോസ്മലയ്ക്ക് പോകുന്നതാകും നല്ലത്. ഇവിടെ പണ്ടൊരു സായിപ്പിൻ്റെ ടീ എസ്റ്റേറ്റ് ആയിരുന്നു. അവിടുത്തെ തൊഴിലാളികളാണ് ഇവിടുത്തെ നിവാസികളായി മാറിയത്. ടീ എസ്റ്റേറ്റ് പിന്നീട് MMJ പ്ലാന്റേഷൻ വാങ്ങുകയും പിന്നീട് അത് ഗവൺമെന്റിന് കൈമാറുകയുമാണ് ചെയ്തത്. ഇത് റോസ്മല പോകും വഴിയുള്ള പിക്കറ്റ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും എവിടെ നിന്ന് വരുന്നു എന്നീ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ ആകാംക്ഷ ഉണ്ടായില്ലേ? സാധാരണ ലോഡ് ഓൾട്ടോയാണ് അതിശയിപ്പിക്കാറെങ്കിൽ ഇത്തവണ ലോഡ് ഓൾട്ടോയാണ് അതിശയിപ്പിച്ചത്. റോസ്മലയുടെ തുടക്കത്തിൽ റോഡ് അല്പം മോശമാണ് എന്നതൊഴിച്ചാൽ ബാക്കി ഭാഗം മൊത്തം കോൺക്രീറ്റഡ് ആണ്. അതുകൊണ്ടാകണം അവർ ഓട്ടോയിൽ വന്നത്. ഇപ്പോൾ ഇവിടെ മുഖ്യമായും റബ്ബറും മലയിഞ്ചിയുമാണ് കൃഷി ചെയ്യുന്നത്. നമ്മളീ പോകുന്ന വഴിയുടെ 2 ഭാഗത്തായി കാണുന്നത് മലയിഞ്ചിയാണ്. നമ്മളങ്ങനെ റോസ്മല വാച്ച് ടവറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതുഭാഗത്തായി കാണുന്ന നിള എന്ന ഹോം സ്റ്റേ ആണ്. റോസ്മലയിൽ ഒരു ദിവസം താമസിച്ച് ട്രക്കിങ്ങും കാഴ്ചകളും കാണണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 4:45. ടിക്കറ്റ് കൗണ്ടർ 5 മണി വരെയാണുള്ളത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അല്പം നടക്കാനുണ്ട് വാച്ച് ടവറിലേക്ക്. അങ്ങനെ നമ്മൾ വാച്ച് ടവറിലെത്തി. ഈ വാച്ച് ടവർ 2017-ലാണ് നിർമ്മിച്ചത്. അതിനുശേഷമാണ് റോസ്മല ഫേമസ് ആയത്.
കാണുന്ന തെന്മല റിസർവോയറാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ. ഈ റിസർവോയറിൽ കുറേ ഐലൻഡ്സ് ഉണ്ട്. അതിലെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ ഹാർട്ട് ഷേപ്പിലുള്ള ഐലൻഡാണ്. ആറ് മണിയോടുകൂടി വാച്ച് ടവർ ക്ലോസ് ചെയ്യും. പിന്നീട് നമ്മൾ നേരെ ചെന്നത് അവിടെ അടുത്തായി കണ്ട ഒരു ചായക്കടയിലാണ്. അവിടെ നിന്ന് ചായ കുടിച്ച് നമ്മൾ പുറപ്പെടുകയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.